എന്റെ കൺവെട്ടത്തുള്ളപ്പോ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും ചേച്ചി. അധികം താമസിയാതെ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള അവസരം ഈശ്വരൻ എനിക്ക് തരാതിരിക്കില്ല. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഒരു കാര്യമുണ്ട് മുത്തശ്ശ, അതാദ്യം മുത്തശ്ശനോട് തന്നെ പറയണമെന്ന് തോന്നി. എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നല്ലോ. എന്താടാ, ജോലിക്ക് കയറിയിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ? ഏയ്, അതൊന്നുമല്ല. എങ്ങനെ ഈ കാര്യം മുത്തശ്ശനോട് പറയുമെന്ന് എനിക്കറിയില്ല. നീ കാര്യം പറ. എന്താടാ മോനെ പതിവില്ലാത്തൊരു ടെൻഷനും വെപ്രാളവും ഒക്കെ? എന്നോട് സംസാരിക്കാൻ ഇങ്ങനെ നിനക്കൊരു മടിയില്ലായിരുന്നല്ലോ. അത് ശരിയാ, ഇതുവരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എടാ മോനെ സൂരജെ, മുത്തച്ഛന് പ്രായമായി. നിന്റെ ഇത്തരം സർപ്രൈസ് ഒന്നും താങ്ങാനുള്ള ശക്തി എൻ്റെ ഹൃദയത്തിനില്ല. അതുകൊണ്ട് നീ കാര്യം പറ. അത് പിന്നെ മുത്തശ്ശ, എങ്കിൽ പിന്നെ ഞാൻ പറയാം. എന്ത്? നീ എന്നോട് പറയാൻ വന്ന കാര്യം. ആ, എങ്കിൽ പറ. മുത്തശ്ശൻ എൻ്റെ മനസ്സറിയൊന്ന് നോക്കട്ടെ. ഓ, നീ ആരെയോ പ്രേമിക്കുന്നുണ്ട്, അതല്ലേ കാര്യം? മുത്തശ്ശൻ ആള് കൊള്ളാലോ. ഇതെങ്ങനെ മുത്തശ്ശന് മനസ്സിലായി? എടാ, ഞാനേ നിന്റെ അച്ഛന്റെ അച്ഛനാ, അത് മറക്കണ്ട. ഓ, ആരാണ് ആള്? അതാ ഒരു കുഴപ്പം. ഞാൻ ആളെ പറഞ്ഞ മുത്തശ്ശൻ എന്നോട് ദേഷ്യപ്പെടരുത്. അതെന്താ, വല്ല കുഴപ്പക്കാരുമാണോ? അതോ ഇനി ജാതി പ്രശ്നം വല്ലതും ഉണ്ടോ? ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ കുഴപ്പം? നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരായാലും ഈ മുത്തശ്ശൻ നിങ്ങളുടെ വിവാഹം നടത്തി തരും. എന്താ പോരെ? അത് മതി. മുത്തശ്ശൻ എനിക്ക് വിശ്വാസമാണ്. ഇനി എന്താ പ്രശ്നം? അല്ല, ഏതാ ഈ പെൺകുട്ടി? എവിടെ ഉള്ളതാ? പെൺകുട്ടിയെ മുത്തശ്ശന് അറിയാവുന്നതാ. നമ്മുടെ മനോജങ്കളിന്റെ മകൾ വിദ്യ. വിദ്യ? അതെ. നിനക്കെന്താ മോനെ, വട്ടാണോ? നിന്റെ അമ്മയോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ ആരെങ്കിലും അത് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് വിദ്യ ഇഷ്ടമാണ്, അവൾക്ക് എന്നെയും. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് വിദ്യയായിരിക്കും. അത് വേണ്ട മോനെ. നീ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കും. വർഷങ്ങളായിട്ടുള്ള ഹരിയുടെയും മനോജിന്റെയും ബന്ധത്തെ വരെ അത് തകർക്കും. നീ കാരണം അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഈ ആഗ്രഹം അങ്ങ് മറന്നേക്ക്. ഇല്ല മുത്തശ്ശ, ഇനി എനിക്കതിന് സാധിക്കില്ല. വിദ്യ അവളുടെ മനസ്സ് എനിക്ക് മുന്നിൽ തുറന്നപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഞാനും ആദ്യം വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവളുടെ സ്നേഹം അത് എൻ്റെ മനസ്സ് മാറ്റി. അപ്പോ ആ പെൺകുട്ടിയാണോ നിന്നോട് ഇഷ്ടം പറഞ്ഞത്? അതെ മുത്തശ്ശ, വർഷങ്ങളായി ഞാൻ അറിയാതെ വിദ്യ എന്നെ അവളുടെ മനസ്സിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായി എനിക്ക് അവളെ ഒരു ആപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടി വന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ആരെയും അറിയിക്കാതെ സൂക്ഷിച്ചു വെച്ച സ്നേഹം അതോടെ വിദ്യ എൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞു. അവളുടെ സ്നേഹത്തിൻ്റെ ആഴം അറിഞ്ഞപ്പോൾ അത് കണ്ടില്ലാന്ന് വെക്കാൻ എനിക്ക് സാധിച്ചില്ല. ഇപ്പോൾ അവളെന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ അവളെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. മോനെ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഈ സമയത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നിന്റെ തലയിൽ കയറത്തില്ലെന്നും എനിക്കറിയാം. പക്ഷെ മോനെ, നിങ്ങൾ രണ്ടാളും ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളെ വേദനിപ്പിക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. മുത്തശ്ശൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ സ്നേഹം 100% സത്യസന്ധമാണ്. വിദ്യയെ മറന്ന് സമാധാനത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾക്ക് തിരിച്ചു. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഈ പ്രായത്തിൽ പരസ്പരം ഇഷ്ടം തോന്നുന്നതും തെറ്റല്ല. പക്ഷേ
ഇതുമൂലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന എൻ്റെ പേടി. മുത്തശ്ശ, എന്ത് പ്രശ്നത്തെ നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട്. പക്ഷേ മുത്തശ്ശ എനിക്കൊപ്പം വേണം. എടാ, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്ന് തന്നെയാ എൻ്റെ പ്രാർത്ഥന. ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാ. നിനക്ക് നല്ലൊരു കുടുംബം ഉണ്ടാവണം. എൻ്റെ മോന് സാധിക്കാതെ പോയ സന്തോഷകരമായ ഒരു ജീവിതം നിനക്ക് വേണം. മുത്തശ്ശൻ്റെ മനസ്സെനിക്കറിയാം. അതാ ഈ കാര്യം മറ്റാരും അറിഞ്ഞില്ലെങ്കിലും മുത്തശ്ശൻ അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും പറയാൻ തീരുമാനിച്ചതും. മുത്തശ്ശൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്കും വിദ്യക്കൊപ്പം എന്നും ഉണ്ടാവണം. അതൊന്നും നിനക്കൊപ്പം തന്നെയുണ്ട്. എങ്കിലും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ. ഇതെല്ലാം ഈശ്വര നിശ്ചയമായിരിക്കും. ഇനി എന്തൊക്കെയാ സംഭവിക്കാന്ന് ഓർക്കുമ്പോഴാ മനസ്സിനകത്തൊരു ആദി കയറുന്നത്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൽക്കാലം എല്ലാം നന്നായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വാ മക്കളെ. ബീന, ദേ ആദർശ് മീരെ വന്നിരിക്കുന്നു. വാ മോനെ. വാ, ഇരിക്കും മോനെ. വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്തായി? അത് പറയാനാ ഞാൻ കൂടി വന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ മീര ഇടയ്ക്ക് വരുമ്പോൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും പാർട്ടീഷൻ നടത്തണമെന്ന് അഭിരാമി ആവശ്യപ്പെടുന്നുവെന്നും മാത്രമേ മീര പറഞ്ഞുള്ളൂ. മീരയുടെ സ്വഭാവം ആദർശിനെ അറിയാലോ. ഒരു പ്രശ്നമുള്ള കാര്യമാണെങ്കിൽ അതിന്റെ 4-1 മീര പറയൂ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു വഴിയുമില്ല. മീര പറഞ്ഞതൊക്കെ തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. കമ്പനി 2 പിരിഞ്ഞു. ഞങ്ങള് അക്കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇത്ര പെട്ടെന്ന് അതങ്ങ് സംഭവിച്ചോ? അഭിരാമി അങ്ങനെ ആവശ്യപ്പെട്ടാലും നിങ്ങളുടെ അമ്മ ഉടനെ അതിന് തയ്യാറാവുമെന്ന് ഞാൻ കരുതിയില്ല. ദേവ ബിൽഡേഴ്സ് അഭിരാമിക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലേ? അതെ. അത് വേണ്ടായിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ മീരയോട് പറഞ്ഞതാ. മീര അത് ആദർശനോട് പറഞ്ഞിരുന്നില്ലേ? അഭിചേച്ചിക്ക് വേണ്ടതൊക്കെ ചേച്ചി എടുത്തോട്ടെ ബീനാമ്മേ. വീട്ടിൽ പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം. എന്നും വഴക്കും സമാധാനവും ഇല്ലാതെ കമ്പനിയുടെ പേര് സ്വന്തമാക്കി ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ആ ചിന്ത അഭിരാമിക്കില്ലല്ലോ. അഭിരാമി ഈ രീതിയിൽ പെരുമാറുമ്പോ നിങ്ങളും അതേ വാശിയിൽ തിരിച്ചടിക്കണം. അതെന്താ അങ്ങനെ നിങ്ങൾക്ക് തോന്നാത്തത്? 2 കൈയും കൂട്ടിയടിച്ചാൽ ശബ്ദം ഉണ്ടാവുമെന്നല്ലാതെ അതെവിടെയും ചെന്ന് അവസാനിക്കില്ല ബീനെ. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാ മീര അങ്ങനെ പറഞ്ഞത്. ക്ഷമിക്കുന്നവരും വിട്ടുകൊടുക്കുന്നവരും ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നേടുന്നവരും നേടിക്കൊണ്ടുമിരിക്കും. സാരോപദേശവും തത്വചിന്തയൊക്കെ അത് മനസ്സിലാക്കുന്നവരുടെ അടുത്ത് പ്രയോഗിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരുടെ അടുത്ത് യുദ്ധം ചെയ്യണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ വാശിക്ക് മുമ്പിൽ തോറ്റ് എല്ലാം കൊടുത്തിട്ട് വെറും കൈയോടെ ഇരിക്കേണ്ടവരല്ല നിങ്ങള്. കമ്പനിയുടെ പ്രോജക്റ്റുകളെല്ലാം മൂല്യമനുസരിച്ച് തുല്യമായിട്ടാണ് അമ്മ വിധിച്ചത്. കമ്പനിയുടെ പേരാണ് അധികമായിട്ട് അഭിക്ക് വിട്ടുകൊടുത്തത്. അതൊന്നും സാരമില്ല ആദർശ്. പേരൊക്കെ നമുക്ക് ഇനി നേടാവുന്നതല്ലേ ഉള്ളൂ. അതെ. വർഷങ്ങൾ കൊണ്ട് ഒരു കമ്പനിക്കുണ്ടാകുന്ന സൽപ്പേര് ചെറിയ കാര്യമൊന്നുമല്ല. ദേവ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതറിയാവുന്ന എല്ലാവർക്കും മതിപ്പുള്ള ഒരു പേര് തന്നെയാ. അവിടെ ഒരു ജോലി കിട്ടാൻ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ദേവ ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റുകൾക്കും വില്ലകൾക്കും എല്ലാം നല്ല ഡിമാൻഡുണ്ട്. പുതിയൊരു കമ്പനി വരുമ്പോ എല്ലാവരും അത് സംശയത്തോടെ നോക്കും. വർഷങ്ങൾ കൊണ്ട് നേടിയ പേരുണ്ടെങ്കിൽ ആളുകൾ അത് വാങ്ങാൻ വിശ്വസ്തയോടെ മുൻനിരയിൽ നിൽക്കും. ആന്റി പറയുന്നത് ശരിയാ. പക്ഷേ അഭിക്ക് ആ പേര് വേണമെന്ന് വലിയ വാശിയായിരുന്നു.
ആ പേരിൽ ഞാൻ ഇത്രയും നാൾ കമ്പനി കൊണ്ട് നടന്നില്ലേ? ഇനി അബി അത് നോക്കട്ടെ. അതിന് അഭിരാമിക്ക് ഈ കമ്പനിയൊക്കെ നേരെ ചൊവ്വേ നോക്കാനുള്ള വിവരവും കഴിവും ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ അച്ഛനും അമ്മയും ആദർശവും ഒക്കെ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വാശി കാണിച്ച് അഭിരാമി നശിപ്പിക്കുവോ? ഇപ്പോ അബിക്കൊരു വാശിയുണ്ട്. അത്തരം സമയങ്ങളിൽ സ്വന്തം വാശി ജയിക്കാൻ എത്ര കഷ്ടപ്പെടാനും അബി തയ്യാറാവും. അതുകൊണ്ട് കമ്പനിയെ നല്ല നിലയിൽ എത്തിക്കാൻ അബിയെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയാ കൊള്ളാം. ആദർശന്റെ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടാവുമല്ലേ? സങ്കടമുണ്ട്. എന്നാലും എപ്പോഴായാലും ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ എന്നാ അമ്മ പറയുന്നത്. അത് ശരിയാണ്. ഇതൊക്കെ നേരത്തെ ചെയ്തു വെക്കുന്നത് നല്ലത്. പിന്നീടൊരു വഴക്കും ബഹളമൊന്നും ഉണ്ടാവാതിരിക്കാൻ അത് ഉപകരിക്കും. മീരമോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല. ആദർശനെല്ലാം പറയുന്നുണ്ടല്ലോ. പാർട്ടീഷനൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അഭിരാമിയും വിഘ്നേഷും അവരുടെ വീട്ടിലേക്ക് പോവായിരിക്കും അല്ലേ? ഇല്ല, പാർട്ടീഷൻ നടത്തണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇനിയുള്ള കാലം അമ്മയുടെ ഒപ്പം ജീവിക്കണമെന്നായിരുന്നു അമ്മയുടെ ഡിമാൻഡ്. അതെന്തിനാ? അപ്പൊ ഇനിയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അഭിചേച്ചിക്ക് ആവശ്യപ്പെട്ടതെല്ലാം കിട്ടിയില്ലേ? ഇനി എന്തിനാ അഭിചേച്ചി വഴക്കുണ്ടാക്കുന്നത്? ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല ബീനാമേ. എന്തോ എനിക്കറിയില്ല. എന്നാലും അത് വേണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒന്നിച്ച് താമസിക്കുന്നില്ലെന്നും വലിയ അർത്ഥമില്ല. ബീന, അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എത്ര പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എല്ലാത്തിനും പഴിയേക്കേണ്ടി വരുന്നത് മീരമോളാണെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ഒരിക്കലുമില്ല അങ്ങളെ. മീരയെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും മീരയ്ക്കൊപ്പം ഞാനുണ്ട്. അതുപോലെ താനെന്താ തനിയിരുന്ന് ചിരിക്കുന്നതും പിറുപിറുക്കുന്നതൊക്കെ? ഡോക്ടർ വല്ലതും കാണോ? ഞാനേ കമ്പനി നമ്മുടേത് മാത്രമായി സ്വന്തമാക്കിയതും ഇനി അത് വളർത്തി വലുതാക്കി എല്ലാവരെയും തോൽപ്പിക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. എടോ, അതൊക്കെ ഓർത്തിട്ട് തനിക്ക് എങ്ങനെയാണോ ചിരിക്കാൻ പറ്റുന്ന? ചിരിക്കാതെ പിന്നെ ഞാനിരുന്ന് കരയണോ? ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? ഈ കമ്പനി എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്തിട്ട് എനിക്ക് തല പെരുത്തിട്ട് വയ്യ. താൻ ഷോപ്പിങ്ങിന് പോയി ലിപ്സ്റ്റിക്കും ഐലൈനറും വാങ്ങിക്കുന്ന പോലത്തെ പരിപാടി അല്ലത്. അതെ, കമ്പനി ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടോ, ഒരു സൈറ്റിലെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വൈര്യവും സ്വസ്ഥതയും പ്രതീക്ഷിക്കേ വേണ്ട. അപ്പൊ പിന്നെ കുറെ പ്രോജക്റ്റുകളുള്ള കമ്പനി മാനേജ് ചെയ്യുന്ന എങ്ങനെയാ? അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട. കൊള്ളാവുന്ന ആരെങ്കിലും വെച്ച് ഞാൻ കമ്പനി മാനേജ് ചെയ്തോളാം. നിങ്ങൾ ആ ഭാഗത്തേക്കൊന്നും വരണ്ട. എന്താ ചെയ്യേണ്ടെന്നും എങ്ങനെയാ ചെയ്യേണ്ടെന്നും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഞാനിങ്ങനെ ഒരു കാര്യം ഏറ്റെടുക്കുന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ആർക്കും എന്നെ ഒരു വിലയില്ല. എല്ലാവരും മീരെ തലവെച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ഒരു ജോലിക്കാരിയായിട്ട് വന്ന് കയറിയത് അവള്. ഞാനങ്ങനെയല്ല. ഈ കമ്പനി ഉണ്ടാക്കിയത് എന്റെ അച്ഛനും അമ്മയുമാ. അവരുടെ മകളായ എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് ആരാ പറഞ്ഞത്? ഞാനിത് ഇവരെല്ലാം നടത്തിയതിനേക്കാൾ ഭംഗിയായിട്ട് നടത്തി കാണിക്കും. നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം നന്നാകുമെന്ന് എന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷ മാത്രമല്ലേ ഉള്ളൂ, എന്റെ കാര്യത്തിൽ വിശ്വാസമൊന്നുമില്ലല്ലേ? അബി, നീ ഇതിലും വലിയ എത്രയോ തള്ളുകൾ നടത്തി ഞാൻ കേട്ടിട്ടുള്ള. അവസാനം എല്ലാം കൈവിട്ട് പോകുമ്പോഴും നീ കുറെ ന്യായങ്ങൾ പറയും. നമ്മൾ കാരണം കമ്പനിക്ക് നഷ്ടങ്ങൾ വന്ന പിന്നെ അമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. അതറിയാലോ. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് മനുഷ്യനെ നെഗറ്റീവാക്കി വെറുപ്പിക്കും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇതുകൊണ്ട് എന്ത് സന്തോഷം നിങ്ങൾക്ക് കിട്ടുന്നത്? അതല്ല ബി, ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് പറയുന്നതാ. നിങ്ങൾക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യെങ്കിലേ
വല്ല സൈക്കാട്രിസ്റ്റിനെയും പോയി കാണ്. അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഞാൻ എന്റെ മനസ്സിലെ കാര്യങ്ങൾ നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? പറയുന്നത് എന്താണെന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാനിതൊക്കെ ആദ്യം മുതലേ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അതൊന്നും ചെയ്യാതെ വെറുതെ ഉണ്ടുറങ്ങി കഴിഞ്ഞതുകൊണ്ടാ ആർക്കും എന്നെ വിലയില്ലാതെ ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയാണെന്ന് എല്ലാവർക്കും ഒരു തോന്നലുണ്ടായത്. അത് പലപ്പോഴും അമ്മ ആദർശം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. അതിനൊക്കെ ഞാൻ മാറ്റം വരുത്തും. ഇത് എനിക്ക് കിട്ടിയ ചാൻസ് ആണ്. നിങ്ങൾ കണ്ടോ, നമ്മുടെ കമ്പനി ഞാനൊരു വലിയ സംഭവമാക്കി മാറ്റും. എന്റെ ആഗ്രഹം അത് തന്നെയാണ് അബി. അങ്ങനെയാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നെഗറ്റീവ് അടിപ്പിക്കാതെ എന്റെ കൂടെ നിൽക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാ മതി, അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ വെറുതെ എന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. ഓ, ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് മതി. ഓക്കെ. നമ്മൾ വിചാരിച്ചതിനേക്കാൾ പ്രശ്നങ്ങളാണ് അഭിരാമി ആദർശിന്റെ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ധന്യ അമ്മ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിനാ അഭിരാമി അവിടെ ഇല്ലാതെ പോയത്. അല്ലെങ്കിൽ അഭിരാമിയുടെ സ്വഭാവവും ധന്യയുടെ സ്വഭാവവും തമ്മിൽ ചേരാതെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായേനെ. അതെ, അതുകൊണ്ടാ ആദ്യം സാവിത്രിയമ്മ അങ്ങോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ താല്പര്യം കാണിക്കാതെ ഇരുന്നത്. എനിക്കത് മനസ്സിലായി ഹരി. ഇപ്പൊ എന്താ പ്രശ്നം? പഴയതുപോലെ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളായി എന്ന് മാത്രം. ഹരി, കാര്യം പറ. ആദർശ് മീരയും വീട്ടിൽ വന്നിരുന്നു. ദേവാ ബിൽഡേഴ്സ് എന്ന ടൈറ്റില് അഭിരാമിക്ക് കൊടുത്ത കാര്യം പറഞ്ഞു. അതെന്ത് പരിപാടിയാണ്? ആ സ്ഥാപനം ആദർശിന്റെ കഷ്ടപ്പാടല്ലേ? അത് അഭിരാമിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? അതൊക്കെ അവരുടെ കുടുംബകാര്യമല്ലേ മനോജെ, നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് ശരിയാ എന്ന് കരുതി നമ്മുടെ പെൺകുട്ടി അവിടെ ഉള്ള സ്ഥിതിക്ക് കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇത് തന്നെയാണ് ബീനയും പറയുന്നത്. പക്ഷെ നമ്മൾ ഇതിന്റെ പേരിൽ ഒരു വഴക്കിന് പോയാൽ മീരമോൾക്ക് തന്നെയാവും കൂടുതൽ വിഷമം. മീരയുടെ സ്വഭാവം മനോജിന് അറിയാവുന്നതല്ലേ. അവൾക്ക് സ്വത്തിനോടോ പണത്തിനോടോ സ്ഥാനമാനങ്ങളോടോ തീരെ താല്പര്യമില്ല. അത് അഭിരാമിക്കും അറിയാം. ആദർശ് എതിർത്താലും മീര ആദർശിനെ കൂടെ തിരുത്തി അഭിരാമിക്ക് അനുകൂലമാക്കി മാറ്റുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കമ്പനി പോയതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ആദർശിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആദർശിന്റെ കഷ്ടപ്പാട് കൂടിയാ ദേവാ ബിൽഡേഴ്സ്. എങ്കിലും അതിലും നല്ലൊരു നിലയിലെത്താൻ ആദർശിന് സാധിക്കും. പക്ഷേ എൻ്റെ ടെൻഷൻ മീരമോളെക്കുറിച്ചാ. എന്ത് ടെൻഷൻ? പരസ്പരമുള്ള ഈ വഴക്കും പ്രശ്നങ്ങളും ഒന്നും അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അവിടുത്തെ അവസ്ഥയോർത്ത് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മീരയായിരിക്കും. ഹരി, വിഷമിക്കാതെ. എന്തായാലും ആദർശ് മീരയോടൊപ്പം ഉണ്ടല്ലോ, നമുക്ക് അത് നോക്കിയാൽ പോരെ? അതെ, അതൊരു ഭാഗ്യം തന്നെയാ. മീരയുടെ പേര് പറഞ്ഞ അഭിരാമി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. മീരയ്ക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ആദർശിനെ അഭിരാമി എതിർക്കുന്നതും. അഭിരാമിക്ക് ഇത് എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മീരയാണെങ്കിൽ ആരോടും ഒരു വഴക്കിന് പോവില്ല. പിന്നെ എന്തിനാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതാണ് എൻ്റെ വിഷമം. മനോജിന് അറിയാലോ, ബീനയുടെ ഭാഗത്തുനിന്ന് മീരയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇന്ന് വരെ മീരമോള് ബീനയെക്കുറിച്ച് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല. അതെ, അതൊക്കെ എനിക്കറിയാം. ആദർശമായിട്ടുള്ള വിവാഹം തന്നെ ഞാൻ നടത്തിയത് വിവാഹശേഷമെങ്കിലും അവൾക്ക് സമാധാനമുള്ളൊരു ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയ. എന്നിട്ട് ആ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അവൾക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. എന്നും ഓരോ പ്രശ്നങ്ങളാ. ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി മീര എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. എന്നിട്ട് അതിന്റെ നന്ദി പോലും കാണിക്കാത്തത് മോശമാണ്. ആദർശ് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാ മീരമോളെ ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് അയച്ചത്. ഹരി, വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പൊ എനിക്കും ടെൻഷനുണ്ട് മനോജെ. എത്രയൊക്കെ പറഞ്ഞാലും മാധവ മാഡം സ്വന്തം ആൾക്കൊപ്പമല്ലേ നിൽക്കൂ. അതൊരിക്കൽ അവർ തെളിയിച്ചതുമാണ്. ഇനി ഈ വഴക്കിന്റെയും പാർട്ടീഷന്റെയും ഒക്കെ പഴി മീരയുടെ തലയിലാവില്ലേ?
അതുകൊണ്ടെന്താ? ആദർശില്ലേ മീരയുടെ കൂടെ? അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ആദർശ് നേരിട്ട് കാണുന്നതല്ലേ? ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. സ്വന്തം വിഷമങ്ങളൊന്നും നമ്മളെ അറിയിക്കാതിരിക്കാൻ മോള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവളുടെ മനസ്സ് വേദനിക്കുന്നത് ആ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാം. അഭിരാമിക്ക് ആവശ്യം പണമല്ലേ? കമ്പനിയോ സമ്പത്തോ എന്ത് വേണമെങ്കിലും അവളെ എടുത്തോട്ടെ ഹരി. അത് കിട്ടുന്നതോടെ ആദർശിന്റെയും മീരയുടെയും ജീവിതത്തിൽ ഒരു കരടാകാതെ അവൾ പൊക്കോളുമല്ലോ. അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. ഈ വിവാഹം എൻ്റെ തീരുമാനമായിരുന്നു. എൻ്റെ മോൾക്ക് ഏറ്റവും മികച്ചതെന്ന് കരുതിയാ ഞാൻ ഈ വിവാഹം നടത്തിയത്. അത് പക്ഷേ അവളോട് ഞാൻ ചെയ്ത തെറ്റായി പോയെന്ന് എൻ്റെ മനസ്സിനൊരു സമാധാനവുമില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഹരി ഈ പല്ലവി തന്നെ ആവർത്തിക്കല്ലേ. പെൺമക്കളോട് സ്നേഹമുള്ള ഏതൊരു അച്ഛനും ചെയ്യുന്നതേ ഹരിയും ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മീരമോളുടെ വിധിയാ.